ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹലോ ഹോപ്പിൻ്റെ 182-ാം എപ്പിസോഡിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രകാശിപ്പിക്കുന്നു. ഹലോ ഹോപ്പിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട 181 എപ്പിസോഡുകൾ പൂർത്തീകരിക്കുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. ഇന്ന് 182-ാം എപ്പിസോഡിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ദൈവദാസന്മാർ എഴുതിയ പാട്ടിന് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്. സന്തോഷ സമയത്ത് നാം പാടുന്നു, സന്താപ സമയത്ത് നാം പാടുന്നു, ദുഃഖവേളകളിൽ നാം പാടുന്നു, യാത്രാ സമയങ്ങളിൽ നാം പാടുന്നു, രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ പാട്ടുകൾ പാടി നാം ആശ്വാസം കണ്ടെത്തുന്നു. സമയവും സന്ദർഭവും നോക്കാതെ നാം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സങ്കീർത്തനം 96-ന്റെ 1-2 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ, യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ, നാൾതോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവീൻ. ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് അവനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഇന്ന് നാം ശ്രവിക്കാൻ പോകുന്ന ഗാനങ്ങൾ ഇപ്പോൾ കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന കർത്തദാസൻ ഡോക്ടർ PK സാം രചിച്ച ചില ഗാനങ്ങളാണ്. പ്രിയ സാം സാർ അനേക ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് 3 ഗാനങ്ങളും അതിൻ്റെ പശ്ചാത്തലവുമാണ് നാം ശ്രവിക്കുവാനായിട്ട് പോകുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അനേക പ്രിയപ്പെട്ടവർ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഒരു ആത്മീയ ശുശ്രൂഷ ആയതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഈ പ്രോഗ്രാം ആരംഭിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ഈ രാത്രിയുടെ നല്ല സമയത്തിനായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഒരു പകൽക്കാലം കൂടി നശ്വരമായ ഭൂമിയിൽ ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള ദൈവകൃപ നൽകിത്തന്ന് ഞങ്ങളെ അവിടുന്ന് പരിപാലിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും വേദനകളും കണ്ണുനീരുകളും രോഗങ്ങളും കൊണ്ട് നിറഞ്ഞ ഈ ലോകത്തിൽ അടിയങ്ങളെ കഴിഞ്ഞ നാളുകൾ അവിടുന്ന് ഭദ്രമായി പരിപാലിച്ച വൻകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പോലെയുള്ള അനേക പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ആയുസ്സിനെ അവിടുന്ന് ദീർഘമാക്കി നൽകിത്തന്ന് ഈ ഭൂമിയിൽ വീണ്ടും അവിടുന്ന് ശേഷിപ്പിച്ച വൻകൃപയ്ക്കായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ നല്ല ദൈവമായി കഴിഞ്ഞ നാളുകളിൽ കൂടെയിരുന്നു ഞങ്ങളെ സഹായിച്ചു, ഞങ്ങളെ പോറ്റി പുലർത്തി അനവധി നന്മകൾ ജീവിതത്തിൽ നൽകിത്തന്ന് ജീവോത്സവമായിട്ട് നടത്തുന്ന വൻകൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ വചനത്തെ വായിക്കുന്ന പ്രകാരം ഈ ദൈവം ഇന്നൊന്നേക്കും ഞങ്ങളുടെ ദൈവമാണ്. അവിടുന്ന് ഞങ്ങളെ ജീവപര്യന്തം വഴി നടത്തുമെന്നുള്ള വാഗ്ദത്തമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആ വാഗ്ദത്തിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ ഓരോ ദിവസവും ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങൾ അങ്ങയുടെ സന്നയെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അവിടുന്ന് അറിയുന്ന കൃപയ്ക്കായിട്ട് നന്ദി കരയേറ്റുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെയും പാട്ടുകളുടെ പിന്നാമ്പുറം എന്ന പ്രോഗ്രാമിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ചു. അനേക കർത്തദാസന്മാർ എഴുതിയ പാട്ടുകളും അതിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് കേൾക്കുവാൻ അവിടുന്ന് ഇടയാക്കി, അതിൽ കൂടി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനും ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ടവരൊക്കെയും കഴിഞ്ഞ നാളുകളിൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ചു. കർത്താവേ, ഇന്ന് രാത്രികാലം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ ഇരുന്ന് കർത്താവേ, അവിടുത്തെ ദാസൻ കർത്തദാസൻ PK സാം സാർ എഴുതിയ ചില ഗാനങ്ങൾ ശ്രവിക്കുവാനായിട്ട് പോവുകയാണ്. തന്നെ കർത്താവെ ഈ ഭൂമിയിലാക്കി വെച്ച് തൻ്റെ കർത്താവെ ശുശ്രൂഷകളെ ഏറ്റവും ഭംഗിയായി നിവർത്തിപ്പാൻ അവിടുത്തെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. അവിടുത്തെ സമയമായപ്പോൾ തന്നെ നിത്യത്തിലേക്ക് ചേർക്കുവാനായിട്ട് ഇടയായി തീർന്നു. തന്നെ കർത്താവെ എടുത്ത ശുശ്രൂഷകള് ഈ ഭൂമിയിൽ നിവർത്തിച്ച് കർത്താവെ അനേക പുസ്തകങ്ങള്, കർത്താവെ കവിതകള്, ഗാനങ്ങളൊക്കെയും എഴുതുവാനായിട്ടിടയായി. അത് ഇന്നും പാടി ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവെ, തൻ്റെ ജീവിതത്തെക്കുറിച്ചും താൻ ചെയ്ത ശുശ്രൂഷകളെ കുറിച്ചും കർത്താവെ താൻ എഴുതിയ പാട്ടുകളുടെ പിൻപിലുള്ള സാഹചര്യത്തെക്കുറിച്ചും ഒക്കെയും ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ള കൃപയ്ക്കായിട്ട് നന്ദി കരയേറ്റുന്നു. ഈ പ്രോഗ്രാമിൽ കർത്താവെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഏവരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാഹചര്യങ്ങളൊക്കെയും വിവരിക്കുന്ന പ്രിയപ്പെട്ടവര്, അതുപോലെ തന്നെ കർത്താവെ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവര്, ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവര്, ഏവരെയും ദൈവകരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപയും
സാന്നിധ്യവും ഞങ്ങളുടെ മധ്യത്തിലുള്ള കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആദ്യോടന്തം അവിടുന്ന് ഞങ്ങളെ ഭരിച്ചാട്ടെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകി തന്ന ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ശ്രമിക്കാൻ പോകുന്ന ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് ഡോക്ടർ PK സാം മല്ലശ്ശേരിയാണ്. ഞങ്ങൾ സ്നേഹത്തോട് വിളിക്കുന്ന സാം സാർ 1974 പത്തനംതിട്ട ജില്ലയിൽ മല്ലശ്ശേരി എന്ന സ്ഥലത്തെ ബൈബിൾ ക്രിസ്ത്യൻ ചർച്ച് എന്ന പേരിൽ ഒരു സ്വതന്ത്ര കൂട്ടായ്മ ആരംഭിക്കുവാനായിട്ട് ഇടയായി. സുവിശേഷം ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിക്കുക എന്നുള്ള കർത്തവ്യത്തോടുകൂടി താനും തൻ്റെ സഹപ്രവർത്തകരും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്യുവാനും സുവിശേഷത്തിൻ്റെ വിത്ത് പാകുകയും അനേക സ്ഥലസഭകളെ രൂപീകരിക്കുവാനും ഇടയായി തീർന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മല്ലശ്ശേരി, കുമ്പനാട്, പായിപ്പാട്, മൈലപ്ര, വയ്യാറ്റുപുഴ, നീലിപ്പിലാവ്, വേങ്ങൽ, ചിറ്റാർ, തണ്ണിത്തോട്, വകയാറ്, എലിമുള്ളുംപ്ലാക്കൽ, ഇടുക്കിയുടെ പല സ്ഥലങ്ങൾ, തിരുവനന്തപുരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ സ്ഥലസഭകൾ രൂപീകരിക്കുവാൻ ഇടയായി. സഭയുടെ ഔട്ട്റീച്ച് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഔട്ട്റീച്ച് മിനിസ്ട്രി സഭയ്ക്കുണ്ടായിരുന്നു. അതിൽ പ്രധാനമായത് ആശുപത്രി സന്ദർശനമായിരുന്നു. ആശുപത്രിയിൽ കടന്നു ചെന്ന് അവിടെയുള്ള ഡോക്ടർമാർ, നേഴ്സസ്, ഹോസ്പിറ്റൽ സ്റ്റാഫ്, പേഷ്യൻസ് ഒക്കെയും വളരെ ശ്രദ്ധയോടുകൂടി ദൈവവചനം കേൾക്കുകയും അത് എല്ലാവർക്കും ഒരു അനുഗ്രഹത്തിന് കാരണമാവുകയും ചെയ്തു. മാത്രമല്ല ലബോറട്ടറി സെൻറ്റർ വിസിറ്റിംഗ്, നേഴ്സിംഗ് സ്കൂൾ വിസിറ്റിംഗ്, അതുപോലെ തന്നെ LP UP സ്കൂളുകൾ വിസിറ്റ് ചെയ്യുന്നു. ജയിൽ സുവിശേഷീകരണം ഉണ്ടായിരുന്നു. മാത്രമല്ല വെഹിക്കിൾ വർക്ക് ഷോപ്പുകളിൽ പോയി സുവിശേഷം പറയുവാനും ദൈവം ഇടയാക്കി. ആഴ്ചയുടെ വിവിധ ദിനങ്ങളിൽ ഔട്ട്റീച്ച് മിനിസ്ട്രി അതുപോലെ തന്നെ ഹൗസ് വിസിറ്റിങ്ങും ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ക്യാമ്പുകളും ജനറൽ കൺവെൻഷനും നടത്തുമായിരുന്നു. ഈ പ്രവർത്തനങ്ങൾ മുഖാന്തരം അനേക പാപികൾ മാനസാന്തരപ്പെടുവാനും പിന്മാറ്റക്കാർ മടങ്ങി വരുവാനും അനേക വിശ്വാസികൾ തങ്ങളുടെ പ്രത്യാശയെ പുതുക്കുവാനും ഇടയായിത്തീർന്നു. അനേക മദ്യപാനികൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനായിട്ട് ഇടയായി. സാധുക്കളെ സഹായിക്കുന്നതിൽ PK സാം സാർ എന്നും മുൻപിലായിരുന്നു. എന്നോടുള്ള ബന്ധത്തിൽ 1984 മല്ലശ്ശേരിയിൽ വെച്ച് നടന്ന ജനറൽ കൺവെൻഷനിൽ വെച്ച് അന്നത്തെ പ്രസംഗകനായിരുന്ന തിരുവട്ടാർ R കൃഷ്ണൻകുട്ടി സാറിൻ്റെ ദൈവവചന പ്രഘോഷണം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമായിരുന്നു. ആ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ ദൈവം എന്നോട് ശക്തമായി ഇടപെടുകയും അവിടെ വെച്ച് ഞാൻ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും ഈ ബഹുമാന്യനായ PK സാം സാറിൻ്റെ കൈക്കീഴിൽ എനിക്ക് സ്നാനപ്പെടുവാനും ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ സാം സാർ അനേക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അനേക ട്രാക്റ്റുകൾ എഴുതിയിട്ടുണ്ട്, അനേക കവിതകളും ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. താൻ രചിച്ച 3 ഗാനങ്ങളും അതിൻ്റെ പശ്ചാത്തലവുമാണ് നാം ഇപ്പോൾ ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നത്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടർന്നും ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിന് വേണ്ടി പ്രിയ സഹോദരൻ ജെയ്സൺ ജേക്കബ് ബെഹറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ ഹോപ്പിന്റെ പാട്ടുകളുടെ പിന്നാമ്പുറങ്ങൾ എന്ന ഈ സംഗീത യാത്രയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇസ്രായേൽ ജനതയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. അവർ മരുഭൂമിയിലായിരുന്നപ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ യഹോവയ്ക്കെതിരായി പ്രവർത്തിച്ചപ്പോൾ അവരിൽ ചിലരെയൊക്കെ ഭൂമി പിളർന്ന് അധോഭാഗങ്ങളിലേക്ക് കടന്നു പോയപ്പോൾ ദൂരെ അതൊക്കെ മാറി നിന്ന കോരഹിന്റെ പുത്രന്മാർ അവർ യാഗപീഠത്തിന്റെ കുമ്പുകളിൽ ചെന്ന് അഭയം പ്രാപിച്ചുകൊണ്ട് അവർ പാടി, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. അല്പം കൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ സുവിശേഷത്തിനു വേണ്ടി സാക്ഷ്യം വഹിച്ച കർത്താവിന്റെ ദാസൻ പൗലോസ് ലീഹായും കൂട്ടാളിയായ ശീലാസും കൂടെ ആ റോമൻ കാരാഗൃഹത്തിന് തടവറയിൽ
കയ്യാമങ്ങളാൽ വേദനപ്പെട്ട് കഴിയുമ്പോൾ അവർ രാത്രി ദൈവത്തെ പാടി ആരാധിച്ചപ്പോൾ സംഭവിച്ചതൊക്കെ നമുക്കറിയാം. സംഗീതത്തിന് എവിടെയും സ്ഥാനമുണ്ട്. കഷ്ടതയിൽ നാം പാട്ടുകൾ പാടുന്നു, ദുഃഖത്തിൽ നാം പാട്ടുകൾ പാടുന്നു, സന്തോഷവേളയിൽ നാം ഗാനങ്ങൾ പാടുന്നു. അങ്ങനെ കഴിഞ്ഞകാല പിതാക്കന്മാരൊക്കെ തങ്ങളുടെ ജീവിതാനുഭവങ്ങളെ ആഴങ്ങളിൽ നിന്നും എഴുതിയ ഗാനങ്ങളും അവിടെ പശ്ചാത്തലവും ആ ദേവദാസന്മാരെ കുറിച്ചുള്ള മധുരിക്കുന്ന ഓർമ്മകളുമാണല്ലോ ഹലോ ഹോപ്പിന്റെ ഈ ഒരു ശുശ്രൂഷയിലൂടെ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നും ക്രൈസ്തവ കൈരളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു പ്രത്യാശ ഗാനമാണല്ലോ സിയോൻ മണാളനെ ശാലേമിൻ പ്രിയനെ നിന്നെ കാണുവാൻ നിന്നെ കാണുവാൻ. ഈ ഗാനം പാടാത്ത ആരും തന്നെ ഉണ്ടാകുകയില്ല. ഇന്ന് രാത്രിയിൽ ഈ മനോഹരമായ ഗാനം എഴുതുവാൻ ദൈവം ഉപയോഗിച്ച, ഇന്ന് തിരശ്ശീലക്കപ്പുറത്തേക്ക് കടന്നുപോയ കർത്താവിന്റെ ദാസൻ PK സാം അല്ലെങ്കിൽ PK സാമംഗലിന്റെ ആ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും തന്റെ ജീവിതത്തിൽ താൻ കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങളും മാത്രമല്ല പ്രിയ സാമംഗലിന്റെ ഗാന സമുച്ചയത്തിൽ നിന്നും തിരഞ്ഞെടുത്ത 3 ഗാനങ്ങളുമാണ് നാം ചിന്തിക്കാനായിട്ട് കടന്നു പോകുന്നത്. സിയോൻ മണാളനെ ശാലേമിൻ പ്രിയനെ, യേശുവിൻ അഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ, യേശുവിൻ സമൂഹമേ, ഈ തുടങ്ങിയ 3 ഗാനങ്ങളാണ് നാം ഇന്ന് ആ ഗാനങ്ങളുടെ പശ്ചാത്തലവും പ്രിയ സാമംഗലിന്റെ ജീവിതവുമാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് കടന്നു പോകുന്നത്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ആധികാരികമായിട്ട് നമുക്ക് പങ്കുവെക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് മറ്റാരുമല്ല, ഇന്ന് കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ദൈവത്തിന്റെ ദാസൻ ബെൻസൺ K സാം. പ്രിയ ബെൻസൺ ചായൻ പ്രിയ സാമംഗലിന്റെ 2ാമത്തെ മകനാണ്. ഇന്ന് രാത്രിയിൽ പ്രിയ പിതാവിനെ കുറിച്ചുള്ള അനുഗ്രഹീത ഓർമ്മകളും ഗാനത്തിന്റെ പശ്ചാത്തലവുമാണ് താൻ നമ്മോട് വിവരിക്കുന്നത്. നമുക്ക് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ഹലോ ഹോപ്പിന്റെ ശുശ്രൂഷയിലേക്ക് പ്രിയ കർത്താവിന്റെ ദാസനെ സ്വാഗതം ചെയ്യും. പ്രിയ ബെൻസനെങ്കിൽ ഒത്തിരി സന്തോഷമുണ്ട് അങ്ങയുടെ സാന്നിധ്യം ഈ പ്രോഗ്രാമിൽ. അരനൂറ്റാണ്ട് കാലം ക്രൈസ്തവ കൈരളിക്ക് സുവിശേഷത്തിന്റെ മണിനാഥം മുഴക്കിയ, ഇന്ന് തിരശ്ശീലക്കപ്പുറത്തേക്ക് കടന്നുപോയ കർത്താവിന്റെ ദാസൻ PK സാമംഗലിന്റെ മകനാണല്ലോ അങ്ങ്. വാത്സല്യ പിതാവിനെ കുറിച്ചുള്ള അനവധി ഓർമ്മകൾ അങ്ങയുടെ ഹൃദയത്തിലുണ്ട്. ചുരുക്കമായിട്ട് അവയെല്ലാം നമുക്ക് അല്ലെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പങ്കുവയ്ക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹലോ ഹോപ്പ് പാട്ടുകളുടെ പിന്നാമ്പുറം എന്ന പ്രോഗ്രാമിലേക്ക് എൻ്റെ പിതാവും ഗ്രന്ഥകാരനും ഗാനരചയിതാവും സുവിശേഷകനുമായിരുന്ന മല്ലശ്ശേരി PK സാമിൻ്റെ പാട്ടുകളുടെ പിന്നാമ്പുറങ്ങൾ അവതരിപ്പിക്കുവാൻ നൽകിത്തന്ന ഈ നല്ല അവസരത്തിനായി ഹലോ ഹോപ്പിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏവർക്കും ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദിയെ പ്രകാശിപ്പിച്ചുകൊള്ളും. ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. എൻ്റെ പേര് ബെൻസൺ K സാം, PK സാമിൻ്റെ 2ാമത്തെ മകനാണ്. എൻ്റെ പിതാവ് PK സാമിനെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. തൻ്റെ ജനനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മല്ലശ്ശേരി കുഞ്ഞുഞ്ഞുമുരേശിയുടെയും അന്നമ്മയുടെയും 6 മക്കളിൽ 4ാമനായി ജനനം. എൻ്റെ പിതാവിന് 5 സഹോദരിമാരാണുള്ളത്. 1961 ഏപ്രിൽ 18 മണ്ണാറക്കുളഞ്ഞി കുമ്പളാമ്പൊയ്ക അമ്പഴത്തുമൂട്ടിൽ ചെറിയാച്ചൻ്റെയും റാഹേൽ അമ്മയുടെയും മകൾ കുഞ്ഞുഞ്ഞമ്മ എന്ന് വിളിക്കുന്ന മറിയാമ്മയെ വിവാഹം ചെയ്തു. മക്കൾ 4 പേർ. മൂത്ത ആള് ഡോക്ടർ സാംസൺ K സാം, 2ാമത്തേത് ബെൻസൺ K സാം, 3 എൻ്റെ സഹോദരിയാണ് ഷാരോൺ, 4ാമത്തേത് എൻ്റെ ഇളയ സഹോദരൻ സ്റ്റീഫൻ K സാം. മൂത്ത സഹോദരൻ ഡോക്ടർ സാംസൺ K സാം തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ടായിട്ടും അതോടൊപ്പം പീഡിയാട്രീഷ്യനായിട്ടും സേവനം അനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ
ഡോക്ടർ എലിസബത്ത് സാംസൺ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. രണ്ടാമത്തേത് ഞാനാണ്, ബെൻസൺ കെ സാം. നേരത്തെ പറഞ്ഞുവല്ലോ, ഞങ്ങൾ കുടുംബമായിട്ട് തിരുവനന്തപുരം മണ്ണന്തല ബ്രദർ അസംബ്ലിയോടുള്ള ബന്ധത്തിൽ കർത്താവിനെ ആരാധിച്ച് ദൈവം തരുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം ശുശ്രൂഷകളൊക്കെയും ചെയ്തു വരുന്നു. മൂന്നാമത്തേത് എൻ്റെ സഹോദരി അമേരിക്കയിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. ഇളയ സഹോദരൻ സ്റ്റീഫൻ കെ സാം ഓസ്ട്രേലിയയിൽ ബ്രിസ്ബെയിനിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ പഠന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൻ്റെ ഹൈസ്കൂൾ പഠനം കാതോലിക്കറ്റ് സ്കൂളിലായിരുന്നു. അതിനുശേഷം 1966 കാനഡ സെൻട്രൽ ബാപ്റ്റിസ്റ്റ് സെമിനാരിയിൽ അനുഗ്രഹീത കർത്തൃദാസൻ KG തോമാച്ചായൻ്റെ ശ്രമഫലമായി അഡ്മിഷൻ ലഭിക്കുകയും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡോക്ടർ OM സാമുവൽ, ബ്രദർ മാത്യു എബ്രഹാം, ബ്രദർ EK ജോർജ് എന്നിവരോടൊപ്പമാണ് 2 വർഷം അവിടെ ബൈബിൾ പഠനം നടത്തിയത്. അതിനുശേഷം 1968 അമേരിക്കയിലുള്ള ഒഹായോ സർക്കിൾവിൽ ബൈബിൾ കോളേജിൽ തുടർ പഠനം നടത്തി. അതിനുശേഷം 1970 മുതൽ ഒഹായോ മലോൺ കോളേജിൽ BAയും തുടർന്ന് MAയും പൂർത്തീകരിച്ചു. ജോലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1960 താൻ ജോലിക്ക് വേണ്ടിയിട്ട് ബോംബെയിലേക്ക് കടന്നുപോയി. അവിടെ അല്പകാലം അവിടെ ജോലിയിൽ ഏർപ്പെട്ടു. ആ സമയങ്ങളിൽ സയോൺ അസംബ്ലിയിലാണ് അവിടെയുള്ള ദൈവജനത്തോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ചിരുന്നത്. അവിടെ നിന്നാണ് 1966 താൻ കാനഡയിലേക്ക് കടന്നു പോയത്. അമേരിക്കയിലും താൻ അല്പകാലം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. മലോൺ കോളേജിൽ അവിടെ അല്പകാലം അസിസ്റ്റന്റ് ഡീനായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ പോയവരിൽ ഒട്ടുമിക്ക ആളുകളും തിരികെ ഇന്ത്യയിലേക്ക് വരാതെ അവിടെ കുടിയേറുകയാണ് പതിവ്. എന്നാൽ എൻ്റെ പിതാവ് PK സാം തൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതിനും സ്വന്തം നാട്ടിൽ കർത്തൃവേല ചെയ്യുന്നതിനുമായിട്ട് വളരെ ആകാംക്ഷയോടുകൂടി ആ വിളിയോടുകൂടി നാട്ടിലേക്ക് കടന്നു വന്നു. പ്രാരംഭമായിട്ട് ഒരു സൈക്കിൾ വിലയ്ക്ക് വാങ്ങി ആ സൈക്കിളിൽ പൂങ്കാവ്, മല്ലശ്ശേരി പ്രാന്തപ്രദേശങ്ങളിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് അനേക ഭവനങ്ങൾ കയറിയിറങ്ങി അനേക ഇടങ്ങളിൽ പരസ്യോഗം ഒക്കെ നടത്തി അനേകർ ദൈവഭാഗത്തേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. പിന്നീട് ആ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ വ്യാപ്തിക്കായിട്ട് കുറച്ചുകൂടെ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 1974 തന്നെ ബൈബിൾ ക്രിസ്ത്യൻ സെൻറ്റർ എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കുകയും പിന്നീട് അത് 16ലധികം സ്ഥലം സഭകളായിട്ട് വളരുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ അനുഗ്രഹീത ശുശ്രൂഷ നിർവഹിപ്പാൻ തക്കോണം ദൈവം തനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. എൻ്റെ പിതാവ് അനേക ഇടങ്ങളിൽ ദൈവത്തിൻ്റെ വേല നിർവഹിക്കുവാൻ തക്കോണം കടന്നുപോയിട്ടുണ്ട്. തുടർച്ചയായിട്ട് പത്തനംതിട്ട, കോന്നി, കോഴഞ്ചേരി, കുമ്പനാട്, റാന്നി മുതലായ സ്ഥലങ്ങളിൽ അവിടെയുള്ളതായിരിക്കുന്ന പ്രൈവറ്റ് ആശുപത്രികളിലും നഴ്സിംഗ് ലബോറട്ടറി സ്കൂളുകളിലും LP സ്കൂൾ, ഹൈസ്കൂൾ, അതുപോലെ സബ് ജയിൽ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പതിവായി കടന്നുപോയി മീറ്റിംഗ് നടത്തുകയും ഗാനങ്ങൾ ആലപിക്കുകയും അവരെ പാട്ടുകൾ പഠിപ്പിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അനേകർ രക്ഷയിലേക്ക് കടന്നു വരുവാൻ തക്കോണം ഇടയായി തീർന്നിട്ടുണ്ട്. കൂടാതെ പത്തനംതിട്ട, തിരുവനന്തപുരം, അതുപോലെ പത്തനംതിട്ട, കോഴിക്കോട്, മറ്റ് ഇതര സ്ഥലങ്ങളിലേക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ഓരോരോ സ്ഥലങ്ങളിൽ നിർത്തി പരസ്യയോഗങ്ങൾ നടത്തി പോകുവാനും അവിടെയുള്ള ആ സ്ഥലങ്ങളിൽ ലഘുലേഖകളും അതുപോലെ ബൈബിളിൻ്റെ പ്രതികളും ഒക്കെയും വിതരണം ഒക്കെയും ചെയ്തു. അങ്ങനെ അതിലൂടെയും അനേകർ ദൈവഭാഗത്തേക്ക് വരുവാൻ തക്കോണം ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവദാസന്മാരായ പോൾ ചന്ദ്രൻ, VM എബ്രഹാം, GS നായർ, PN തോമസ് തുടങ്ങിയ അനവധി ദൈവദാസന്മാരുടെ ആ മുന്നേറ്റവും സഹകരണവും ഒക്കെയും ആ പ്രവർത്തനത്തിന് ഉണ്ടായിരുന്നു. ഒരു ചെറിയ ബൈബിൾ സ്കൂളും ആരംഭിക്കുകയുണ്ടായി. മല്ലശ്ശേരിയിൽ തന്നെ ആ വിവിധ ഇടങ്ങളിൽ നിന്നും അനേക ചെറുപ്പക്കാർ കടന്നു വന്ന്
ബൈബിൾ പഠിക്കുവാനും ഇടയായി തീർന്നു. അവർ ഓരോരുത്തരും ഇന്ന് അനേക ഇടങ്ങളിൽ ദൈവത്തിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ഒരിക്കൽ കോഴിക്കോട് നരിക്കുനി എന്ന സ്ഥലത്ത് പരസ്യയോഗം നടത്തുകയുണ്ടായി. ഒരു പലചരക്ക് വ്യാപാരി ആ പരസ്യയോഗം ശ്രവിക്കുകയും തനിക്ക് ലഭിച്ചതായിട്ടുള്ളതായിരിക്കുന്ന ലഘുലേഖ വായിച്ച് താന് മല്ലശ്ശേരിയിലേക്ക് ഒരു സുപ്രഭാതത്തിൽ കടന്നു വന്നു. ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ താൻ കയ്യിൽ വിഷവുമായി ആത്മഹത്യ ചെയ്യുവാനായി സമയം തക്കം ഒന്ന് രാത്രിയാകാൻ വേണ്ടി നോക്കിയിരുന്ന ഒരു വ്യക്തിയാണ്. ആ സമയത്താണ് ഈ ലഘുലേഖ തനിക്ക് കിട്ടുന്നത്. അങ്ങനെ അദ്ദേഹം മല്ലശ്ശേരിയിലെ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. എൻ്റെ പിതാവിനെ വന്നു കണ്ടു. തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിതാവ് വേണ്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ വ്യക്തിക്ക് ചെയ്തു കൊടുത്തു. അതിനുശേഷം എൻ്റെ പിതാവ് അദ്ദേഹത്തോട് സുവിശേഷങ്ങൾ നന്നായിട്ട് സുവിശേഷം പറയുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് ആ വ്യക്തി തൻ്റെ പാപങ്ങളെയെല്ലാം ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ താൻ ഒരു ദൈവ മകനായിട്ട് തീരുവാനിടയായി തീർന്നു. അല്പനാളുകൾക്ക് ശേഷം താൻ സ്നാനപ്പെട്ടു. തുടർന്ന് ബൈബിൾ സ്കൂളിൽ താൻ ഒരു ഹ്രസ്വ കോഴ്സ് പഠിച്ച് ഇന്ന് അനേകർക്കും പ്രയോജനകരമായ നിലയിൽ സുവിശേഷ വയൽ പ്രദേശത്ത് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. കോഴഞ്ചേരി തെക്കേമല ഭാഗങ്ങളിൽ തൻ്റെ ശുശ്രൂഷ ഇന്നും തുടർമാനമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് പോൾ രാരിച്ചക്കുട്ടി. ഇങ്ങനെ അനവധി ഉദാഹരണങ്ങൾ പറയുവാനുണ്ട്. സമയത്തിൻ്റെ പരിമിതി മൂലം അതിലേക്കൊന്നും ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പിതാവ് തൻ്റെ ഹൈസ്കൂൾ പഠനകാലത്ത് അനേക വേദികളിൽ കഥാപ്രസംഗങ്ങൾ നടത്തുകയും കവിതകൾ അവതരിപ്പിക്കുകയും ഒക്കെയും ചെയ്തിട്ടുണ്ട്. വാഴ്ത്തുമെന്നും പരമേശനെ എന്ന് തുടങ്ങി അനവധി ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് നൽകിത്തന്ന തൻ്റെ അമ്മയുടെ സ്വന്തം സഹോദരനായ വാളകം CT മത്തായിച്ചനിലൂടെ പകർന്നു കിട്ടിയതാണ് ഈ ഗാനരചന വൈഭവം എന്ന് എൻ്റെ പിതാവ് പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പിതാവും സഹോദരിമാരും തമ്മിലും വളരെ നല്ല ഒരു കവിതയിലൂടെ ഒരു ബന്ധം പുലർത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സാധാരണയായി കത്തുകളിലൂടെയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയം വിനിമയം ചെയ്യാറുള്ളത്. എന്നാൽ എൻ്റെ പിതാവിൻ്റെ ഇളയ 2 സഹോദരിമാരുണ്ട്. ഗ്രേസി എബ്രഹാം, കുഞ്ഞമ്മ ജോർജ്. ഇവരുമായിട്ടൊക്കെ താൻ ജോലിസ്ഥലങ്ങളിലായിരുന്നപ്പോൾ വിദൂരതയിലൊക്കെ ആയിരുന്ന സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കവിതകളിലൂടെ ഓരോ വിശേഷങ്ങൾ അങ്ങോട്ട് ചോദിക്കും. അവർ തിരികെ കവിതകളിലൂടെ തന്നെ മറുപടി പറയുന്നതായിട്ടുള്ളതായിരിക്കുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നു. അത് സാധാരണ അങ്ങനെ മറ്റിടങ്ങളിൽ അങ്ങനെ കേട്ടുകേൾവി ഇല്ലാത്തൊരു കാര്യമാണ്. എന്നാൽ അത് വളരെ സന്തോഷം ഉള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. സഹോദരിമാർ അവധിക്കൊക്കെ വരുമ്പോൾ പണ്ട് പാടിയ കവിതകൾ ഒരുമിച്ചിരുന്ന് പാടുകയും സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്നതൊക്കെ കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. സഹോദരിമാരിൽ ഒരാൾ മാത്രമേ ഇപ്പോഴുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഗ്രേസി എബ്രഹാം ബോംബെയിൽ ആയിരിക്കുന്നു. പ്രിയ ദൈവദാസിയും അനേക ഗാനങ്ങൾ എഴുതുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതുപോലെ നിത്യതയിൽ ചേർക്കപ്പെട്ട കുഞ്ഞമ്മ ജോർജും അനവധി ഗാനങ്ങൾ എഴുതുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എൻ്റെ സഹോദരിയും ഷേരനും നല്ല അനുഗ്രഹീത ഗാനങ്ങൾ എഴുതുവാൻ ഇടയായിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ കിട്ടിയതായിട്ടുള്ളതായിരിക്കുന്ന ആ പൈതൃകത്തിൽ നിന്ന് തീർച്ചയായിട്ടും കിട്ടിയിട്ടുള്ളതായിരിക്കുന്ന കാര്യമാണ്. എൻ്റെ രണ്ടാമത്തെ മകനും 1-2 ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നീട് അവന് അതിലേക്ക് എഴുതുവാൻ തക്കമുള്ളതായിരിക്കുന്ന സാവകാശങ്ങൾ കിട്ടിയിട്ടില്ല. അങ്ങനെ നല്ല ഒരു കുടുംബത്തിൽ വളരുവാനും ഒക്കെയും എനിക്കും ഭാഗ്യം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പിതാവിൻ്റെ സഹോദരിമാരുടെ അനവധി മക്കൾ അനേക ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ആത്മീയതയിലൊക്കെ ആ ചില ഗാനങ്ങളൊക്കെ അനന്തരവന്മാരുടെ പാട്ടുകളൊക്കെ ഉൾക്കൊണ്ടിട്ട് ഉണ്ട് താനും. അതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ വിവിധ ദൈവിക കൃപകളാലും താലന്തുകളാലും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു പിതാവായിരുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം ഉണ്ട്. 350-ലധികം ഗാനങ്ങളും കവിതകളും രചിക്കുകയും
ആ ഗാനങ്ങളിൽ പലതും മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളിലൂടെയും കാസറ്റിലൂടെയും പുറത്തു വരികയും അന്നു മുതൽ മലയാളക്കരയിലെ ക്രൈസ്തവർ അത് ഏറ്റെടുത്ത് പാടിക്കൊണ്ടുവരിക്കുന്നു. അവയിൽ ചിലതാണ് യേശു എന്ന അഭയകേന്ദ്രം, യേശുവിൻ സമൂഹമേ, സിയോൻ മണാളനെ, യേശുവിനെ ഞാൻ സ്തുതിച്ചിട്ട്, വെളിച്ചമേ എന്നെ നയിച്ചാലും, എന്നുമെന്നും ധന്യവാനായി, ഞാൻ എത്ര ഭാഷകൾ സംസാരിച്ചാലും, അങ്ങനെ തുടങ്ങി അനവധി ഗാനങ്ങൾ. അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടി, വിശ്വാസം കാത്ത്, ഓട്ടം തികച്ച് 2017 ആണ്ട് നവംബർ മാസം 23 തൻ്റെ 87 വയസ്സിൽ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ദശാബ്ദങ്ങളായി തൻ്റെ തൂലികയിലൂടെ രചിക്കപ്പെട്ട ഗാനങ്ങൾ ക്രൈസ്തവ കൈരളി അത് ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ബെൻസനെങ്കിൽ. കർത്താവിന്റെ ദാസനെ കുറിച്ചുള്ള വിലയേറിയ ഓർമ്മകളാണല്ലോ അങ്ങ് പങ്കുവച്ചത്. ഒട്ടും സമയം കളയാനില്ല. തുടർന്ന് നാം വാത്സല്യ സാമങ്ങളിന്റെ ഗാനങ്ങളിലേക്ക് നാം കടന്നു പോവുകയാണ്. സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, നിന്നെ കാണുവാൻ. എത്ര പാടിയാലും മതി വരാത്ത ഒരു ഗാനം, പ്രത്യാശ വർദ്ധിക്കുന്ന ഒരു ഗാനം. ഈ ഗാനം വാത്സല്യ പിതാവ് എഴുതുവാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ ദൈവം എന്താണ് തനിക്ക് അനുകൂലമായി കൊടുത്ത സാഹചര്യം എന്താണ് എന്നൊന്ന് വിശദീകരിക്കാമോ? സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ എന്നുള്ളതായിരിക്കുന്ന ഗാനം 1990 മെയ് മാസം താൻ എഴുതിയായിട്ടുള്ള പാട്ടാണ്. ആ പാട്ട് എഴുതുവാനുള്ളതായിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്, തൻ്റെ മനസ്സിൽ വളരെ പ്രത്യാശയോടുള്ളതായിരിക്കുന്ന ചില വാക്യങ്ങൾ തൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും, അപ്പോൾ ആ പ്രത്യാശ തന്നെ ഭരിച്ചു. അതുകൊണ്ട് ഒരു പ്രത്യാശ ഗാനം എഴുതണം എന്നുള്ളതായിരിക്കുന്ന അതിയായ ആഗ്രഹത്തിൽ പേനായും പേപ്പറും എടുത്ത് താൻ തൻ്റെ വരികൾ ഇങ്ങനെ എഴുതുവാനൊക്കെ ഇവിടെയായി തീർന്നു. കണ്ണുനീർ നിറഞ്ഞ ലോകത്തിൽ നിന്ന് ഞാൻ പോയി മറയും, കണ്ണിമയ്ക്കും നൊടി നേരത്തിൽ ഞാൻ വിൺപുരിയിൽ ചേരും എന്ന് തനിക്ക് അങ്ങനെ എഴുതുവാനൊക്കെ സാധിച്ചു. അതുമാത്രമല്ല, കുഞ്ഞാട്ടിൻ രക്തത്താൽ കഴുകപ്പെട്ടവർ എടുക്കപ്പെടും, ആ മഹാ സന്തോഷ ശോഭന നാളിൽ ഉറപ്പായിട്ടും ഞാനും കാണും. പരനെ, നിന്റെ വരവ് ഏതു നേരത്താണ് എന്നെനിക്കറിയില്ല, എന്നാൽ അനുനിമിഷവും ഞാൻ അതികുതുകമായി കാത്തിരിക്കുന്നു. സഭയാം കാന്തയെ വേൽക്കുന്ന നേരത്ത് എന്താനന്ദമേ, പ്രിയൻ്റെ മാറിൽ ഞാൻ ചാരും സമയത്ത് പരമാനന്ദമേ. ആ സമയത്ത് തൻ്റെ ഒരു സ്നേഹിതൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. വിശ്വാസിയല്ലായിരുന്നു, എന്നാൽ ആ ഒരു ദുഃഖവും തൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്. എൻ്റെ പ്രിയൻ എന്നെ ചേർക്കുവാൻ വരും, ഞാൻ ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും, കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും എന്നെന്നും എന്നുള്ളതായിരിക്കുന്ന ആ ചിന്ത തനിക്കുണ്ടായി. അങ്ങനെയാണ് ആ പാട്ട് എഴുതുവാൻ ഇടയായി തീർന്നത്. അനേക ദൈവമക്കൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുള്ളതായിരിക്കുന്ന, അല്ലെങ്കിൽ പാടി മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗാനം കൂടിയാണ് സിയോൻ മണാളനെ. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു ദൈവമക്കൾക്ക്, ഒരു ദൈവ പൈതലിന് മാത്രമേ ഇങ്ങനെ പറയുവാൻ തക്കോണം സാധിക്കുകയുള്ളൂ. പരനെ, നിന്റെ വരവ് ഏതു നേരത്താണ് എന്നെനിക്കറിയില്ല, എന്നാൽ ഞാൻ അനുനിമിഷവും നിന്നെ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട് നല്ല ഒരു ആത്മീയ സന്തോഷം അനുഭവിച്ച് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കും, കർത്താവിൻ്റെ എൻ്റെ അടുക്കിലേക്ക് വന്നു, കർത്താവ് മടങ്ങിപ്പോയത് എന്നെ ചേർക്കുവാൻ വേണ്ടിയാണ് എന്ന് രക്ഷിക്കപ്പെട്ട ഒരു പൈതലിന് മാത്രമേ പറയുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ പാട്ട് പാടുന്നവരും കേൾക്കുന്നവരും ഒരു നിമിഷം ചിന്തിക്കേണ്ടത് നന്നായിരിക്കും, ഞാൻ മരിച്ചാൽ എൻ്റെ നിത്യത എവിടെയായിരിക്കും? ഈ ലോകത്തിൽ കണ്ണുനീരാണ്, ഈ കണ്ണുനീർ നിറഞ്ഞ ലോകത്തിൽ നിന്ന് ഞാൻ പോയി മറയും, കണ്ണിമയ്ക്കുന്നൊടി നേരത്തിൽ ഞാൻ ആ വിൺപുരിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ തീർച്ചയായിട്ടും എടുക്കപ്പെടും. ആ പ്രത്യാശ
എല്ലാവരെയും ഭരിക്കട്ടെ. കുഞ്ഞാട്ടിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ് എടുക്കപ്പെടുന്നത്, അല്ലാത്തവരാരും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒരു ഹിതപരിശോധന നടത്തിക്കൊണ്ട് ഈ പാട്ട് പാടുന്നത് നന്നായിരിക്കും, കേൾക്കുന്നത് നന്നായിരിക്കും. ആ മഹാ സന്തോഷ ശോഭന നാളിൽ തീർച്ചയായിട്ടും ഞാനും കാണുമേ. അങ്ങനെ പ്രത്യാശ ഈ പാടുന്ന ആ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും ആ ഒരു പ്രത്യാശ ഉണ്ടായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു ബെൻസൺ അങ്കിൾ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനത്തിന്റെ പശ്ചാത്തലമാണല്ലോ പ്രിയ ദേവദാസൻ നമുക്കായിട്ട് പങ്കുവച്ചത്. സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, നിന്നെ കാണുവാൻ. എന്നാൽ ഒരു സന്തോഷത്തിന്റെ നിമിഷങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. പ്രിയ സാമങ്കിൾ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു എങ്കിലും ഈ ഗാനങ്ങളൊക്കെ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മനോഹരമായ ഗാനം ഏകദേശം 3 പതിറ്റാണ്ട് മുമ്പ് അത് അന്നുണ്ടായിരുന്ന കാസറ്റിലേക്ക് തന്നെ പകർത്തുവാനായിട്ട് ആഗ്രഹിച്ചപ്പോഴേ ആ ഒരു ആൽബം, ആ ഗാനമല്ല അത് കൂടെ മറ്റു ചില ഗാനങ്ങൾ കൂടി ഒരു ആൽബം പുറത്തിറക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോഴേ ആ കാര്യമെല്ലാം വളരെ ഉത്തരവാദിത്തമായിട്ട് ഏൽപ്പിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അനുഗ്രഹീത ക്രിസ്തീയ ഗായകൻ പ്രിയ ബിനോയ് ചാക്കോ അവരുടെയായിരുന്നു. പ്രിയ ബിനോയ് ചായൻ താൻ ഈ ഗാനത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു. താനാണ് ആദ്യമായിട്ട് ഈ ഗാനം കാസറ്റിൽ പാടിയത്. പിന്നീട് താൻ ഈ ഗാനത്തെ അത് വളരെ സ്നേഹിക്കുകയും ഈ ഗാനം തനിക്ക് പല സ്ഥലങ്ങളിൽ പാടുവാൻ ദൈവം അവസരം കൊടുത്തു. പ്രിയ ബിനോയ് ചായൻ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അല്പസമയം പ്രിയ സാമങ്കിളിനെ കുറിച്ചും ഈ ഗാനത്തെക്കുറിച്ചുമുള്ള തൻ്റെ ആ മനസ്സിലെ കാര്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കും. വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ നമുക്ക് ബിനോയ് ചായനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ബിനോയ് ചായൻ. വളരെ സന്തോഷമുണ്ട് അങ്ങയുടെ സാന്നിധ്യം ഈ പ്രോഗ്രാമിൽ. ക്രൈസ്തവ കൈരളിക്ക് അനുഗ്രഹീതമായ ഗാനങ്ങൾ സമ്മാനിച്ച അനുഗ്രഹീത ഗായകൻ. ഏകദേശം 6000-ൽ പരം ഗാനങ്ങൾ പാടുവാൻ ദൈവം അങ്ങേക്ക് കൃപ നൽകി. എന്നാൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗാനം ഏതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒട്ടും സംശയമില്ലാതെ മറുപടി പറയുമായിരിക്കും സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ. ഇന്ന് നാം ഈ പ്രോഗ്രാമിലൂടെ ചിന്തിക്കുന്നത് ഈ ഗാനത്തെക്കുറിച്ചും ഈ ഗാനം എഴുതിയ ഗാനരചയിതാവിനെ കുറിച്ചുമാണല്ലോ. ആദ്യമായിട്ട് ഈ ഗാനം കാസറ്റിലേക്ക് പകർത്തിയത് അങ്ങാണല്ലോ. എന്താണ് പ്രിയ സാമങ്കിളിനെ കുറിച്ചുള്ള മധുരിക്കുന്ന ഓർമ്മകളും ആ ഗാനം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളും ചുരുക്കമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാമോ? മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ദൈവം അങ്ങേ അയച്ചിട്ടുണ്ട് ഗാന ശുശ്രൂഷയുമായിട്ട്. ആ വേദിയിലൊക്കെ ഈ ഗാനം അങ്ങ് പാടിയിട്ടുണ്ടല്ലോ. പല വേദികളിലും ഈ ഗാനം നേരിട്ട് പാടുന്നത് കേൾക്കുവാനുള്ള ഭാഗ്യവും എനിക്കും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സന്തോഷ നിമിഷത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ദയവായിട്ട് പ്രിയ സാമങ്കിളിനെ കുറിച്ചുള്ള ഓർമ്മകളും ആ ഗാനത്തിന്റെ സന്ദേശവും ഞങ്ങൾക്കായിട്ട് ഒന്ന് പങ്കുവയ്ക്കാമോ? ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹലോ ഹോപ്പ് ബഹറിൻ്റെ ഇന്നത്തെ സംഗീത പരിപാടിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനൊരു അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗാനങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാമാണല്ലോ ഇത്. ഇന്ന് നാം ചിന്തിക്കുന്നത് യശശരീരനായ ബ്രദർ PK സാം മല്ലശ്ശേരി എഴുതിയ വളരെ മനോഹരമായ, വളരെ പോപ്പുലറായ ഒരു പ്രത്യാശയുടെ ഗാനത്തെക്കുറിച്ചാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പാടിയ ഒരു ഗാനം, എനിക്കേറെ ഇഷ്ടമായ ഒരു ഗാനം, പ്രത്യേകിച്ച് ആ പ്രോഗ്രാമുകളെ സജീവമാക്കിയ ഒരു ഗാനം, ആളുകൾ ആവർത്തിച്ച് കേൾക്കാൻ ആവശ്യപ്പെട്ട ഒരു ഗാനം, ആളുകൾ ഏറ്റുപാടിയ ഒരു ഗാനം. അത് ഇങ്ങനെ ആരംഭിക്കുന്നു: സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, നിന്നെ കാണുവാൻ. ഒരു മനുഷ്യന്റെ
കർത്താവിനെ കാണുവാനുള്ള ആഗ്രഹമാണ് ആ ഗാനത്തിൽ ഉടനീളം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ഗാനത്തെ വളരെ പോപ്പുലറാക്കി തീർക്കുന്ന, അല്ലെങ്കിൽ ഒരു ഗാനം നാം ഇഷ്ടപ്പെടുന്നതിന് 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ രചനയുടെ മേന്മയാണ്. 2, അതിൻ്റെ സംഗീതം. 3-ാമതായി അതിൻ്റെ ഓർക്കസ്ട്രേഷൻ. 4-ാമത് തീർച്ചയായും അതിൻ്റെ ആലാപന ഭംഗി. ഈ 4 കാര്യങ്ങൾ കൂടുമ്പോഴാണ് നമുക്ക് ഒരു ഗാനം മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുവാനും അത് നാം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. സിയോൻ മണാളനെ എന്നുള്ള ഈ ഗാനം, ആദ്യമായി നാം പറഞ്ഞ ഈ രചനാ വൈഭവം, അതുകൊണ്ട് അത് വളരെ ശ്രദ്ധേയമാണ്. നല്ല കവിതയാണ്, അല്ലെങ്കിൽ നല്ല വരികളാണ് ആ ഗാനത്തിലുടനീളം നാം കാണുന്നത്. ഒരു ഭക്തനായ ഒരു മനുഷ്യന്റെ വലിയ ആഗ്രഹം ആ ഗാനത്തിലുടനീളം നാം കാണുന്നുണ്ട്. കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള, കാണുവാനുള്ള ഒരു അഭിവാഞ്ച ആ ഗാനത്തിലുടനീളം മുഴങ്ങിക്കേൾക്കാം. വളരെ മനോഹരമായി സംഗീതം നൽകിയ ഒരു ഗാനമാണ്. നമുക്ക് എല്ലാ പാട്ടുകളും നാം സംഗീതം ചെയ്യാനിരിക്കുമ്പോൾ സംഗീത സംവിധായകർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. പാട്ടുകൾ എഴുതുമ്പോൾ വളരെ കൃത്യമായ ഒരു മെഷർ അതിനുണ്ടായിരിക്കണം. ഓരോ വരികൾക്കും കൃത്യമായ അളവുണ്ടായിരിക്കണം. അങ്ങനെ വളരെ മനോഹരമായി എഴുതി കഴിയുമ്പോൾ അത് സംഗീതം നൽകുവാൻ വളരെ ഈസിയാണ്. അല്ലെങ്കിൽ ഒരു നല്ല വരികൾ അതിൻ്റെ കൃത്യമായ അളവിലൊക്കെ ഒരു സംഗീത സംവിധായകൻ്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ തന്നെ അതിന് ഉചിതമായൊരു സംഗീതം അദ്ദേഹത്തിൻ്റെ മനസ്സിലോടിയെത്തും. അങ്ങനെ വളരെ പ്രസിദ്ധമായ ഒരു ഗാനമാണിത്. അതുപോലെ തന്നെ ഓർക്കസ്ട്രേഷൻ. ഈ ഗാനം അന്ന് ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചത് ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹം എസ്സോസിയേറ്റനായ വയലിൻ ജേക്കബ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിരുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത്. ഇത് അന്ന് പിരമിഡ് സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത്. കോട്ടയത്തുള്ള സ്റ്റുഡിയോയാണ്. റെക്കോർഡിങ്ങിന് മുൻപായിട്ട് പി കെ സാം മല്ലശ്ശേരി ബ്രദറിനെ പോയി കാണുവാനും അദ്ദേഹവുമായി സംസാരിക്കുവാനും ഒക്കെ എനിക്കിടയായി. വളരെ പ്രൊഫഷണലായി കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. വളരെ മനോഹരമായി റെക്കോർഡ് ചെയ്യണം, നല്ല ക്വാളിറ്റിയിൽ അത് റെക്കോർഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗാനം റെക്കോർഡ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വളരെ നല്ല ഒരു സ്വീകാര്യത, അല്ലെങ്കിൽ ആളുകൾ അത് വളരെ പെട്ടെന്ന് സ്വീകരിച്ചു. അവരുടെ ഹൃദയത്തിലേക്ക് അത് വളരെ വേഗം പ്രവേശിക്കുകയുണ്ടായി. നല്ല മ്യൂസിക്, നല്ല റെക്കോർഡിംഗ്, നല്ല ബാക്കിംഗ്, എല്ലാം കൊണ്ടും ആ ഗാനം വളരെ ശ്രദ്ധേയമായി തീർന്നു. നമുക്കറിയാം, അതിൻ്റെ രചന നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ സിയോൻ മണാളനെ നിന്നെ കാണുവാൻ എന്നുള്ള ആ ഒരു ഗാനം കർത്താവിനെ കാണാനുള്ള ഒരു ആഗ്രഹത്തോടുകൂടി ആരംഭിക്കുന്നു. അതിനുശേഷം അതിൻ്റെ ആദ്യത്തെ സ്റ്റാൻസയിൽ ഇങ്ങനെ അദ്ദേഹം പറയുന്നു: പരനെ നിൻ വരവ് ഏതു നേരത്തെന്ന് അറിയുന്നില്ല ഞാൻ. കർത്താവിൻ്റെ വരവ് ഏത് നിമിഷമാണെന്ന് അദ്ദേഹം അറിയുന്നില്ല. പക്ഷേ കർത്താവിനെ കാണുവാനുള്ള ഒരു ആഗ്രഹം അതിലുടനീളം വീണ്ടും അദ്ദേഹം എഴുതുകയാണ്. കർത്താവിൻ്റെ 2ാം വരവ് എപ്പോഴാണെന്ന് അദ്ദേഹം അറിയുന്നില്ലെങ്കിലും അതിനുവേണ്ടി അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കും ഞാനെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഭക്തന്റെ വാഞ്ച, ഞാൻ കർത്താവിനെ കാണുവാനുള്ള എൻ്റെ ഒരു ആഗ്രഹം ആ ഗാനത്തിൽ ഉടനീളം നാം കാണുന്നുണ്ട്. വീണ്ടും അതിൻ്റെ അടുത്ത വരികളിലേക്ക് നാം കിടക്കുമ്പോൾ, കണ്ണുനീർ നിറഞ്ഞ ലോകത്തിൽ നിന്ന് ഞാൻ പോയി മറയുമേ. അദ്ദേഹം പറയുന്നു, ഈ ലോകം എന്ന് പറയുന്നത് നമുക്ക് കണ്ണുനീര് സമ്മാനിക്കുന്ന, അല്ലെങ്കിൽ ദുഃഖങ്ങൾ സമ്മാനിക്കുന്ന ഒന്നാണ് ഈ ലോകം. എന്നാൽ ഈ കണ്ണുനീര് നിറഞ്ഞ ഈ ലോകത്ത് നിന്ന് ഞാൻ വളരെ വേഗത്തിൽ ഞാൻ പോയി മറയും. എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ കർത്താവിൻ്റെ സമീപത്തേക്കാണ്, കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പ്രത്യാശയുടെ വളരെ മനോഹരമായ ഒരു ഗാനമായിട്ട് നമുക്കിതിനെ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ അവസാന വരികൾ, കുഞ്ഞാട്ടിൻ രക്തത്താൽ കഴുകപ്പെട്ടവർ എടുക്കപ്പെടുമല്ലോ. അതുവരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ പേഴ്സണലായിട്ട് പറഞ്ഞതിന് ശേഷം ഗ്രൂപ്പായിട്ടൊരു കാര്യം അദ്ദേഹം, അതായത് കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന എല്ലാ വ്യക്തികളും ഈ കുഞ്ഞാട്ടിൻ്റെ വരവിൽ എടുക്കപ്പെടും എന്നുള്ള ഏറ്റവും വലിയ ഒരു ഉറപ്പ് അദ്ദേഹം ഈ ഗാനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യാശയുടെ ഗാനം,
അതിനുവേണ്ടി കർത്താവിൻ്റെ ഒരു വരവിന് വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം. അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായിട്ട് മാത്രമല്ല, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരെല്ലാം ആ വരവെങ്കിൽ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ എടുക്കപ്പെടുമെന്നുള്ള വലിയ പ്രത്യാശ നൽകുന്ന വരികളാണ് ഈ ഗാനത്തിലുടനീളം നാം കാണുന്നത്. ഇത് ഞാനതിൻ്റെ റെക്കോർഡിങ് സമയങ്ങളൊക്കെ ഓർക്കുന്നു. കാര്യം ഇന്നത്തെ പോലെയല്ല, അന്ന് എല്ലാ മ്യൂസീഷ്യൻസും റെക്കോർഡിങ്ങിൻ്റെ സമയത്തുണ്ട്. നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്നാണ് ഇത് റെക്കോർഡ് ചെയ്യുകയും പാടുകയും ഒക്കെ ലൈവായിട്ട് പാടുകയാണ്. ഒരുപക്ഷെ പല ടേക്കുകളൊക്കെ എടുക്കേണ്ടി വന്നേക്കാം. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കേൾക്കുകയും എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ വീണ്ടും ടേക്ക് ചെയ്യും. അങ്ങനെ പല പ്രാവശ്യം ടേക്ക് ചെയ്ത ഒരു ഗാനമായിട്ടാണ് എൻ്റെ ഓർമ്മ. ജയിക്കുമെന്ന് നമ്മോടൊപ്പം ഇല്ലെങ്കിലും, PK സാം ബ്രദർ നമ്മോടൊപ്പം ഇല്ലെങ്കിലും, ഈ ഗാനം എന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. അത് ക്രൈസ്തവർ ഏറ്റുപാടും. ബ്രദറിൻ്റെ ഗാനങ്ങളിലൂടെ അനേക പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പാടിയ മറ്റൊരു ഗാനം യേശു എന്ന അഭയകേന്ദ്രം, മാറ്റമില്ലാ സ്നേഹിതൻ, അത് ആ ആൽബത്തിൽ മറ്റൊരാളാണ് പാടിയിരിക്കുന്നെങ്കിലും അതിനുശേഷം വേറൊരു പ്രൊഡക്ഷനിൽ ഞാനത് പാടിയിട്ടുണ്ട്. യേശു എന്ന അഭയകേന്ദ്രം, മാറ്റമില്ലാ സ്നേഹിതൻ, സ്തോത്രം, സ്തുതികൾക്ക് യോഗ്യൻ എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ ഗാനങ്ങൾ. അതുപോലെ ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹം ക്രൈസ്തവ കൈരളിക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു ഗാനമായിട്ടാണ് സിയോൻ മണാളനെ എന്ന ഗാനം ഞാൻ കാണുന്നത്. അത് പാടുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. അദ്ദേഹത്തെ ഞാൻ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നു. നാം പലപ്പോഴും ഈ പാട്ട് എഴുതിയ ആളുകളെയൊന്നും ഈ പലപ്പോഴും പാടുമെങ്കിൽ അവരെയൊന്നും നാം പലപ്പോഴും ഓർക്കാറില്ല. നമ്മുടെ ഭാഗത്തുള്ള ഒരു വലിയ തെറ്റാണത്. അതങ്ങനെ ഓർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബ്രദർ PK സാമിനെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. അദ്ദേഹം നമുക്ക് നൽകിയ സംഭാവനകളെ നന്ദിയോടെ ഓർക്കുന്നു. ഈ ഗാനം ഇനിയും നമുക്ക് പാടുകയും ആ പ്രത്യാശയിൽ നമുക്ക് ദിനം തോറും നമ്മെ തന്നെ പുതുക്കുകയും ചെയ്യാം. ദൈവം നമ്മെ ധാരാളമായി അതിനനുഗ്രഹിക്കട്ടെ. ഹലോ ഹോപ്പ് ബഹറിൻ്റെ പ്രവർത്തകർക്കെല്ലാം എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഈ ഗാനം എല്ലാവർക്കും ആസ്വദിക്കുവാൻ, ഇന്നീ പ്രോഗ്രാമിലൂടെ കേൾക്കുവാനും ആസ്വദിക്കുവാനും സന്തോഷിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബിനോയ്ച്ച. ദൈവം അങ്ങയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേക ഗാനങ്ങൾ പാടുവാൻ അങ്ങേക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹലോ ഹോപ്പിൻ്റെ നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. ഇപ്പോൾ ഈ മനോഹരമായിട്ടുള്ള ഗാനം നമുക്ക് കേൾക്കുവാനുള്ള സാവകാശമുണ്ട്. ഈ ഗാനം നമുക്കായിട്ട് ലഭിക്കുന്നത് പ്രിയ മകൻ ജെഫ് ബെൻസൺ സാമാണ്. പ്രിയ സാമങ്ങളെ കൊച്ചുമകൻ, നമ്മോടൊപ്പം ഉള്ള സുവിശേഷകൻ ബെൻസൺ K സാമിൻ്റെ മകനും കൂടിയാണ് പ്രിയ ജെഫ്. അനുഗ്രഹീത ഗായകനാണ് ജെഫ്. ഇപ്പോൾ പ്രിയ മകൻ ഈ ഗാനം നമുക്കായിട്ട് ആലപിക്കുന്നു. സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, നിന്നെ കാണൂ. സിയമനാളനെ, ശാലേമിൻ പ്രിയനെ, സിയമനാളനെ, ശാലേമിൻ പ്രിയനെ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. സിയമനാളനെ, ശാലേമിൻ പ്രിയനെ, സിയമനാളനെ, ശാലേമിൻ പ്രിയനെ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. പരനെ നിൻ വരവേറു നേരത്തെന്നറിയുന്നില്ല ഞാൻ, അറിയുന്നില്ല ഞാൻ. പരനെ നിൻ വരവേറു നേരത്തെന്നറിയുന്നില്ല ഞാൻ, അറിയുന്നില്ല ഞാൻ.
അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നേ, അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നേ. സിയമനാലനേ ശാലേമിൻ പ്രിയനേ, സിയമനാലനേ ശാലേമിൻ പ്രിയനേ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ. കണ്ണുനീർ നിറഞ്ഞ ലോകത്ത് നിന്നു ഞാൻ പോയി മറയുമേ, പോയി മറയുമേ. കണ്ണുനീർ നിറഞ്ഞ ലോകത്തു നിന്നു ഞാൻ പോയി മറയുമേ, പോയി മറയുമേ. കണ്ണിമയ്ക്കുന്നൊടി നേരത്തു ചേരുമേ വിൺപുരിയത്, കണ്ണിമയ്ക്കുന്നൊടി നേരത്തു ചേരുമേ വിൺപുരിയത്. സിയമനാലനേ ശാലേമിൻ പ്രിയനേ, സിയമനാലനേ ശാലേമിൻ പ്രിയനേ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ. സഭയം കാന്തയെ ചേർക്കുന്ന നേരത്ത് എന്താനന്ദമേ, എന്താനന്ദമേ. സഭയം കാന്തയെ ചേർക്കുന്ന നേരത്ത് എന്താനന്ദമേ, എന്താനന്ദമേ. പ്രിയന്റെ മാർവിൽ ഞാൻ ചാരസമയത്ത് പരമാനന്ദമേ, പ്രിയന്റെ മാർവിൽ ഞാൻ ചാരസമയത്ത് പരമാനന്ദമേ. സിയമനാലനേ ശാലേമിൻ പ്രിയനേ, സിയമനാലനേ ശാലേമിൻ പ്രിയനേ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ. സിയമനാലനേ ശാലേമിൻ പ്രിയനേ, സിയമനാലനേ ശാലേമിൻ പ്രിയനേ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ. താങ്ക് യു പ്രിയ മകൻ ജെഫ്. അനുഗ്രഹീതമായ രീതിയിൽ ഈ ഗാനം ആലപിക്കുവാൻ ദൈവം പ്രിയ മകന് കൃപ നൽകി. ധാരാളം ഇനിയും അനുഗ്രഹിക്കട്ടെ. ദൈവസ്നേഹത്തിൻ്റെ ഗാനങ്ങൾ പാടുവാൻ ഇനിയും അനേക അവസരങ്ങൾ തനിക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും സ്നേഹിതന്മാരുണ്ട്, പലവിധമായ അഭയസ്ഥാനങ്ങളുണ്ട്. എന്നാൽ ഇവയെല്ലാം മാനുഷികമായ രീതിയിൽ പല സമയത്തും മാറിപ്പോകാനായിട്ട് സാധ്യത ഏറെയാണ്. എന്നാൽ ഒരിക്കലും മാറിപ്പോകാത്ത സ്നേഹിതനും അഭയ കേന്ദ്രവുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു അല്ലാതെ മറ്റൊരു അഭയസ്ഥാനം നമുക്കില്ല. പ്രിയ സാമങ്ങൾ എഴുതി വെച്ചു പോയ മനോഹരമായിട്ടുള്ളൊരു ഗാനമുണ്ട്, യേശു എന്ന അഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. ബെൻസെങ്കിൽ വളരെ അനുഗ്രഹീതമായ ഒരു ഗാനമാണല്ലോ ഇത്. എന്താണ് ഈ ഗാനത്തിന്റെ പിന്നാമ്പുറം, അല്ലെങ്കിൽ ഈ ഗാനം അപ്പച്ചന് എഴുതുവാനുള്ള സാഹചര്യം ഒന്ന് ചുരുക്കമായിട്ട് വിശദീകരിക്കാമോ? അതെ, യേശുവിൻ അഭയകേന്ദ്രം എന്നുള്ള പാട്ട് 1983 രചിച്ചതാണ്. ആ ഗാനം രചിക്കുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ പിതാവ് ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. ആ സമയത്ത് ഡയബറ്റിക് സംബന്ധമായിട്ടുള്ളതായിരിക്കുന്ന രോഗത്താൽ കോന്നിയിലുള്ളതായിരിക്കുന്ന ജേക്കബ് മെമ്മോറിയൽ ആശുപത്രിയിൽ 2-3 ദിവസം അഡ്മിറ്റ് ആകുകയുണ്ടായി. ആ സമയത്ത് തൻ്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുള്ളതായിരിക്കുന്ന വരികളാണ്, വ്യാകുലങ്ങൾ നേരിട്ടാലും ഭാരം ഉള്ളിൽ വന്നാലും രോഗിയായി തീർന്നെന്നാലും യേശുവിൽ ഞാൻ ചാരിടും. ആ ആശുപത്രിയിൽ കിടക്കയിൽ വെച്ചിട്ട് തനിക്ക് ദൈവത്തോട് വളരെ നേരിട്ട് ഇടപെടുവാന്ന കോണം
ദൈവം ഒരവസരം നൽകിയതായിട്ട് തനിക്ക് അത് ഫീൽ ചെയ്യുകയും ഒരു പക്ഷെങ്കിൽ ഈ രോഗം എനിക്ക് ഈ ഒരു അവസ്ഥ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുവാനുള്ള സാഹചര്യം എനിക്ക് നൽകി തന്നത് എന്നെ ശുദ്ധീകരിക്കാനായിരിക്കാം, എന്നെ ശുദ്ധീകരിക്കുവാൻ, അല്ലെങ്കിൽ ഒരു ബാലശിക്ഷയായിരിക്കാം എന്നെ ശുദ്ധീകരിച്ചിടാൻ. ബാലശിക്ഷ നൽകിയാൽ താതന് ഞാൻ നന്ദി കരയേറ്റും. ഹല്ലേലൂയ പാടി ഞാൻ. യേശു എന്നെ അഭയകേന്ദ്രം. എൻ്റെ അഭയകേന്ദ്രം എന്ന് പറയുന്നത് യേശുവാണ് എന്ന് എൻ്റെ പിതാവിന് ആ സമയത്ത് പാടുവാൻ കൊണ്ട് സാധിച്ചു. അതല്ല ഏതെങ്കിലും ഒരു സാഹചര്യത്താൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ തന്നെയും, അതല്ല കർത്താവിൻ്റെ വരവാണെങ്കിൽ തന്നെയും, എൻ്റെ കർത്താവ് മേഘാരൂഢനായിട്ട് യേശുരാജൻ എന്നെ ചേർക്കുവാൻ വരും എന്നുള്ളതായിരിക്കുന്ന ആ പ്രത്യാശയും തനിക്ക് ഉണ്ടായിരുന്നു. ആ ആശുപത്രി കിടക്കയിൽ കടന്നുകൊണ്ടാണ് ഈ പാട്ട് ട്യൂൺ ചെയ്തതും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കണ്ണൂരുള്ളതായിരിക്കുന്ന NC ജോയ് അഥവാ കണ്ണൂർ ജോയ് എന്നുള്ളതായിരിക്കുന്ന സഹോദരനാണ് ഈ പാട്ട് ട്യൂൺ ചെയ്തത്. എൻ്റെ പിതാവ് ആശുപത്രിയിലുള്ള ഡോക്ടർമാരോട് അനുവാദം വാങ്ങിച്ചിട്ട് ആ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ഹാർമോണിയവും എല്ലാം വരുത്തി, പ്രിയ സഹോദരനെയും വരുത്തി അദ്ദേഹം തന്നെ അവിടെ വെച്ച് ആ ട്യൂണുകൾ ചിട്ടപ്പെടുത്തിയാണ് ഈ യേശു എന്ന അഭയകേന്ദ്രം. ഇത് അനേക ദൈവമക്കൾക്ക് ഇന്ന് ആശ്വാസമാകുമാറ് അവർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. രോഗികളായിട്ട് കിടക്കുന്നവർ, വ്യാകുലങ്ങളുള്ളവർ ഇത് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കേൾക്കുവാൻ്റെ കോണം, അറിയുവാൻ്റെ കോണം സാധ്യമായി തീർത്തുണ്ട്. ഇന്ന് അനേക ദൈവമക്കൾക്ക് ഇത് പ്രയോജനകരമായി തീരുന്നു എന്ന് കേൾപ്പാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. താങ്ക് യു ബെൻസനെങ്കിൽ. ഇപ്പോൾ ഈ മനോഹരമായ ഗാനവും നമുക്ക് കേൾക്കാനുള്ള അവസരമുണ്ട്. ഈ ഗാനം നമുക്കായിട്ട് ആലപിക്കുന്നു അനുഗ്രഹീത ഗായകനും സംഗീത സംവിധായകൻ, അതുപോലെ വിവിധമായ സംഗീത ഉപകരണങ്ങൾ വായിക്കുവാൻ കഴിവുള്ള മകൻ നെവിൻ സാം അങ്കമാലിയാണ്. താനൊരു അനുഗ്രഹീത ഗായകൻ മാത്രമല്ല, റെക്കോർഡിംഗ് സ്റ്റുഡിയോ, അങ്ങനെയുള്ള അനവധി ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മകൻ കൂടിയാണ്. ഇപ്പോൾ യേശു എന്ന അഭയകേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ എന്ന മനോഹരമായ ഗാനം നെവിൻ സാം നമുക്കായിട്ട് ആലപിക്കുന്നു. അഭയകേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ, സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. വ്യാകുലങ്ങൾ നേരിട്ടാലും, താരമുള്ളിൽ വന്നാലും, രോഗിയായി തീർന്നാലും, യേശുവിൽ ഞാൻ ചാരിടും. രോഗിയായി തീർന്നാലും, യേശുവിൽ ഞാൻ ചാരിടും. യേശു എന്ന അഭയകേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ, സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ.
രക്ഷ നൽകിയ താതന് നന്ദി കരേറ്റും ഹല്ലേലൂയ പാടും ഞാൻ. താതന് നന്ദി കരേറ്റും ഹല്ലേലൂയ പാടും ഞാൻ. യേശു എന്ന ഭയകേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. യേശുരാജനെ ചേർപ്പാൻ മേഘാരൂഢനായി വരും. ആകുലങ്ങളില്ല നാട്ടിൽ, ചേരും സ്വർഗവീട്ടിൽ ഞാൻ. ആകുലങ്ങളില്ല നാട്ടിൽ, ചേരും സ്വർഗവീട്ടിൽ ഞാൻ. യേശു എന്ന ഭയകേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. താങ്ക് യു നെവിൻ. ഇനിയും പ്രിയ മകനെ ദൈവം ധാരാളമായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ഈ ശുശ്രൂഷ ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാം കടന്നു പോവുകയാണല്ലോ. അവസാനമായിട്ട് നാം കേൾക്കാൻ പോകുന്ന ഗാനം യേശുവിൻ സമൂഹമേ എന്നുള്ള ഗാനമാണ്. പ്രിയ സാമഗ്രിൻ്റെ വളരെ പ്രത്യാശ നൽകുന്ന മറ്റൊരു ഗാനമാണ്. മനസ്സിലെങ്കിൽ എന്താണ് ഈ ഗാനത്തിലുള്ള തൻ്റെ ആ അനുഭവം, അല്ലെങ്കിൽ ഈ ഗാനം എഴുതുവാൻ ദൈവം തനിക്ക് കൊടുത്ത സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ചുരുക്കമായിട്ട് ഒന്ന് വിശദീകരിക്കാം. അതെ, യേശുവിൻ സമൂഹമേ പാടിയാർത്ത് ഘോഷിപ്പീൻ എന്നുള്ള പാട്ട് 1981 രചിച്ച പാട്ടാണ്. അത് എഴുതുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് 1974 എൻ്റെ പിതാവ് ഒരു പ്രവർത്തനം ആരംഭിക്കുന്നത്, ബൈബിൾ ക്രിസ്ത്യൻ സെൻറ്റർ എന്ന് പറഞ്ഞ പേരിൽ. അങ്ങനെ അത് വളർന്ന് 16ലധികം സഭകളായിട്ട് മാറുവാനും ഒക്കെ ഇവിടെയായി തീർന്നു. ആ സമയത്ത് മറ്റുള്ള ഇടങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ ഞായറാഴ്ചകളിൽ ആരാധനയ്ക്ക് കടന്നു വരാറുണ്ട്. അങ്ങനെ ഒരു ദൈവദാസൻ ഞായറാഴ്ച ദൈവത്തെ ആരാധിപ്പാനായി എൻ്റെ പിതാവിനോടൊപ്പം ആരാധിച്ചു. ഞായറാഴ്ചയിൽ പ്രബോധനമെല്ലാം നൽകി, പ്രസംഗമെല്ലാം നൽകി അദ്ദേഹം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. പിറ്റേ ആഴ്ച തൻ്റെ സ്ഥലം സഭയിൽ ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ അവിടെ സാക്ഷ്യം പറയണമല്ലോ. സാക്ഷ്യം പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇന്നിടത്തായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പ്രബോധനമെല്ലാം നൽകിയ ശേഷം അദ്ദേഹം ഇരുന്നതിന് ശേഷം ഒരു ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ വന്ന് മന്ത്രിച്ചു, ഇന്ന് കർത്തൃമേശ എടുക്കരുത്. അപ്പോൾ അദ്ദേഹം എടുത്തില്ല. ആ വാക്കിനെ മാനിച്ച്, എന്നാൽ പിന്നീട് ആ പ്രിയ ദാസന് മനസ്സിലായി PK ശ്യാമിൻ്റെ കൂടെ ആരാധിച്ചതുകൊണ്ടാണ് ഈ ഒരു വിലക്ക് വന്നത് എന്ന്. എൻ്റെ പിതാവിനോട് അദ്ദേഹം അത് പറഞ്ഞു. അപ്പോൾ എൻ്റെ പിതാവിന് അന്നേരം വളരെ വിഷമം തോന്നി, പ്രയാസം തോന്നി. ആ സമയത്ത് തൻ്റെ മനസ്സിൽ വന്നതായിരിക്കുന്ന അടികളാണ് ഇതിന് ആധാരമായിട്ട് തീർന്നത്. കക്ഷിഭേദം മറക്കുവിൻ, ഐക്യഭാവം പുലർത്തുവിൻ, ക്രിസ്തുവിൻ്റെ സ്നേഹദൃശ്ശരി പാരിലെങ്ങും ഉയർത്തുവിൻ. പാരിലെങ്ങും ആ സ്നേഹത്തിൻ്റെ ദൃശ്ശരി ഒഴുക്കുവാൻ ഇടയാക്കട്ടെ. നാം പൗലോസിൻ്റെ പക്ഷക്കാരൻ, അപ്പലോസിൻ്റെ പക്ഷക്കാരൻ എന്നൊന്നും പറയാതെ, അല്ലെങ്കിൽ ഇന്ന ആളിൻ്റെ സഭ, ഇന്ന ആളിൻ്റെ കൂട്ടമെന്ന് പറയാതെ,
നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. യേശുവിൻ സമൂഹമേ പാടിയാർത്ത് ഘോഷിപ്പീൻ, വല്ലഭൻ്റെ സ്നേഹക്കൊടി വാനിലെങ്ങും ഉയർത്തുവിൻ. അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആയിരിക്കുന്ന ദൈവഹിതം. ദൈവമക്കൾ പാടുവിൻ, ഉണർവ്വഗീതം ഉയർത്തുവിൻ, ഹല്ലേലൂയ, സ്തോത്ര ഗാനം ലോകമെങ്ങും മുഴക്കുവിൻ. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കക്ഷിഭേദം മറന്ന് ദൈവത്തെ ആരാധിക്കാം എന്നുള്ള ആ ചിന്തയോടുകൂടി ആ വിഭാവന തനിക്ക് ഉണ്ടായി. അതുകൊണ്ടാണ് ആ പാട്ട് അങ്ങനെ എഴുതുവാനൊക്കെ ഇടയായി തീർന്നത്. ഈ പാട്ട് മാരാമൺ കൺവെൻഷനിൽ ഗീതങ്ങൾ വരികയും കാസറ്റിൽ വരികയും അനേക ദൈവമക്കൾ 80കളിൽ ഈ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെയും ഇടയായി. ഇപ്പോഴും അനേക ദൈവമക്കൾ ഈ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ആണ് യേശുവിൻ സമൂഹമേ എന്നുള്ള പാട്ടിൻ്റെ പിന്നാമ്പുറം. താങ്ക് യു ബെൻസനെങ്കിൽ. അല്പസമയം ഈ മനോഹരമായ ഈ സമയത്ത്, ഈ സായം സന്ധ്യയിൽ സുവിശേഷത്തിനു വേണ്ടി അരനൂറ്റാണ്ട് യത്നിച്ച, തിരശ്ശീലക്കപ്പുറത്തേക്ക് കടന്നുപോയ ദേവദാസിനെ കുറിച്ചുള്ള അനുഗ്രഹീത ഓർമ്മകളും തൻ്റെ 3 ഗാനങ്ങളുടെ പശ്ചാത്തലവുമാണല്ലോ അങ്ങ് പങ്കുവച്ചത്. പ്രിയ പിതാവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടർന്നുകൊണ്ട് കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അങ്ങും ഇപ്പോൾ ആയിരിക്കുന്നു. തുടർന്നും ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവം അങ്ങേ കൃപ നൽകട്ടെ. കുടുംബമായിട്ട് അങ്ങേ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഹലോ ഹോപ്പിന് നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഈ മനോഹരമായിട്ടുള്ള ഗാനം നമുക്കായിട്ട് ഇപ്പോൾ ആലപിക്കുന്നു പ്രിയ ബ്രദർ സ്റ്റീഫൻ കേസ. പ്രിയ സാമങ്ങളുടെ ഇളയ മകനാണ്. ജോലിയുടെ ബന്ധത്തിൽ താൻ ഇപ്പോൾ ആസ്ട്രേലിയയിലായിരിക്കുന്നു. അവിടെയുള്ള ആത്മീയ ശുശ്രൂഷകളൊക്കെ തൻ്റെ സാന്നിധ്യം ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടുവാൻ ദൈവം തന്നെ എടുത്തുപയോഗിക്കുന്നു. എന്നാൽ ഇന്ന് സ്റ്റീഫൻ ബ്രദറിനോടൊപ്പം ആ ഗാനത്തിന് മനോഹരമായ ഓർക്കസ്ട്രേഷൻ നൽകിയത് പാസ്റ്റർ ജിജി വീട്ടിയാണ്. നമുക്ക് ആ പ്രിയപ്പെട്ടവരെ ഈ ഗാനം ആലപിക്കുവാനായിട്ട് സ്വാഗതം ചെയ്യാം. യേശുവിൻ സമൂഹമേ പാടിയാർത്തു ഘോഷിപ്പിൻ, വല്ലഭന്റെ സ്നേഹക്കൊടി വാനിലെങ്ങും ഉയർത്തുവിൻ, വല്ലഭന്റെ സ്നേഹക്കൊടി വാനിലെങ്ങും ഉയർത്തുവിൻ. യേശുവിൻ സമൂഹമേ ദൈവമക്കൾ പാടുവിൻ, ഉണർവുഗീതമുയർത്തുവിൻ, ദൈവമക്കൾ പാടുവിൻ, ഉണർവുഗീതമുയർത്തുവിൻ. ഹല്ലേലൂയ സ്തോത്രഗാനം ലോകമെങ്ങും മുഴക്കുവിൻ, ഹല്ലേലൂയ സ്തോത്രഗാനം ലോകമെങ്ങും മുഴക്കുവിൻ. യേശുവിൻ സമൂഹമേ പാടിയാർത്തു ഘോഷിപ്പിൻ, വല്ലഭന്റെ സ്നേഹക്കൊടി വാനിലെങ്ങും ഉയർത്തുവിൻ, വല്ലഭന്റെ സ്നേഹക്കൊടി വാനിലെങ്ങും ഉയർത്തുവിൻ. യേശുവിൻ സമൂഹമേ
പാടുവിൻ, കക്ഷിഭേദം മറക്കുവിൻ, ഐക്യഭാവം പുലരുവിൻ, ക്രിസ്തുവിന്റെ സ്നേഹമത്തരി പാലിലെന്നും ഒഴുകുവിൻ, ക്രിസ്തുവിന്റെ സ്നേഹമത്തരി പാലിലെന്നും ഒഴുകുവിൻ. യേശുവിൻ സമൂഹമിൽ പാടിയാത്തു ഘോഷിപ്പിൻ, വല്ലഭന്റെ സ്നേഹത്തോടി പാലിലെന്നും ഉയർത്തുവിൻ, വല്ലഭന്റെ സ്നേഹത്തോടി പാലിലെന്നും ഉയർത്തുവിൻ. യേശുവിൻ സമൂഹമേ. സത്യവേദമുയർത്തുവിൻ, രക്ഷയിങ്കൽ വന്നിടിൻ, സത്യവേദമുയർത്തുവിൻ, രക്ഷയിങ്കൽ വന്നിടിൻ, ക്രിസ്തുവേശു മധ്യവാനിൽ വന്നിടുവാൻ കാലമാ, ക്രിസ്തുയേശു മധ്യവാനിൽ വന്നിടുവാൻ കാലമാ. യേശുവിൻ സമൂഹമേ പാടിയാത്തു ഘോഷിപ്പിൻ, വല്ലഭന്റെ സ്നേഹത്തോടെ വാലിലെന്നും ഉയർത്തുവിൻ, വല്ലഭന്റെ സ്നേഹത്തോടെ വാലിലെന്നും ഉയർത്തുവിൻ. യേശുവിൻ സമൂഹമേ. താങ്ക് യു സ്റ്റീഫൻ ബ്രദർ ആൻഡ് ജിജി, പാസ്റ്റർ ജിജി. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ആ പ്രദേശങ്ങളിൽ കർത്താവിന് വേണ്ടി അനവധി ശുശ്രൂഷകൾ ചെയ്യുവാൻ, ദൈവസ്നേഹത്തിന് വേണ്ടി ദൈവസ്നേഹത്തെ വ്യാപിപ്പിക്കുവാൻ, അനേക ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അല്പസമയം ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഞങ്ങൾ ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു ശുശ്രൂഷയുടെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, വരും തലമുറയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസന്മാർ അല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി ദൈവം എടുത്തുപയോഗിച്ച ദൈവദാസന്മാരെ പരിചയപ്പെടുത്തുക, അവരുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കുക. ഇതാണ് ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം. അനവധി ഗാനങ്ങളും ഗാനരചയിതാക്കളും ഒക്കെ നാം പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇന്നും ഇങ്ങനെ ഒരു ഗാനരചയിതാവിനെയും അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പങ്കുവെക്കാനായിട്ട് നമുക്ക് ചിന്തിക്കുവാനിടയായി. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ ദേവദാസന്മാർക്കും ഹലോ ഹോപ്പിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രാരംഭത്തിൽ ഈ ശുശ്രൂഷയെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ പരമേൽപ്പിച്ച പ്രിയ സാമങ്ങളിന്റെ ആത്മീയ മകനാണ് പ്രിയ ലാലു മാത്യു അങ്കമാലി. മാത്രമല്ല ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയായി അവതരിപ്പിക്കുവാൻ ദൈവം നൽകി കൃപ നൽകി. മാത്രമല്ല പ്രിയ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച കർത്താവിന്റെ ദാസൻ ബെൻസൺ കെ സാം, അതുപോലെ ആദ്യമായിട്ട് ഈ ഗാനം പാടിയ അല്ലെങ്കിൽ ദൈവം നൽകിയ അവസരങ്ങളൊക്കെ ഈ ഗാനം പാടി ക്രൈസ്തവ കാര്യങ്ങളെ സമ്പുഷ്ടമാക്കിയ ക്രിസ്തീയ ഗായകൻ ബ്രദർ ബിനോയ് ചാക്കോ അവർകൾ. ഇത്ര മനോഹരമായിട്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി സ്റ്റുഡിയോ വർക്ക് ചെയ്ത ഞങ്ങളുടെ പ്രിയ കൂട്ടു സഹോദരൻ ഷെല്ലി കുര്യൻ, റിവർ സൈഡ് മീഡിയ ലോഞ്ച് കോട്ടയം. പ്രിയ ദേവദാസിനോട് നന്ദി ഈ തരുണത്തിൽ ഹലോ ഹോപ്പ് രേഖപ്പെടുത്തുന്നു. ആ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം തനിക്ക് കൃപയും ശക്തിയും നൽകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ലാലു മാത്യു അങ്കമാലി കൺക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് പിരിയാം. ഇനിയും അടുത്ത ഒരു ഗാനവുമായി കടന്നു വരെയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ദൈവനാമത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ചില നിമിഷങ്ങൾ നാം ദൈവസന്നിധിയിലായിരുന്നു. പ്രിയ സാറിനെ കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചും തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും താൻ എഴുതിയ ഗാനങ്ങളെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെയും
നമുക്ക് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി. എത്രയോ ധന്യമായ ജീവിതത്തിൻ്റെ ഉടമ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവസഭയ്ക്കും സമൂഹത്തിനും പ്രയോജനകരമായ രീതിയിൽ രൂപാന്തരപ്പെടുത്തിയ കർത്തൃദാസൻ. താൻ നിത്യതയിൽ ചേർക്കപ്പെട്ടെങ്കിലും ഇന്നും തൻ്റെ ഗാനങ്ങളും കവിതകളും പുസ്തകങ്ങളും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നാം ഈ മീറ്റിങ്ങിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണല്ലോ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക് നന്ദിയുടേത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷയെ ഇത്രത്തോളം ധന്യമാക്കി തീർത്ത വലിയവനായ ദൈവത്തിന് എല്ലാ മഹത്വവും കരയേറ്റുന്നു. ഇതിൽ ചുമൽ കൊടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും വലിയവനായ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷാൽ സഹോദരങ്ങളായ ബെൻസൺ കെ സാം, ജെയ്സൺ ജേക്കബ്, ബിനോയ് ചാക്കോ, ജെഫ് ബെൻസൺ സാം, നെവിൻ സാം, സ്റ്റീഫൻ സാം, പാസ്റ്റർ ജിജി വി ടി എന്നിവർക്കുള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. ഹലോ ഹോപ്പിൻ്റെ ടെക്നിക്കൽ ടീമിനെ വലിയവനായ ദൈവം വരും ദിവസങ്ങളിലും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ആദ്യത്തെ പാട്ടിൽ ഇപ്രകാരം പാടിയല്ലോ: പരനെ നിൻ വരവ് ഏത് നേരത്തെന്ന് ഞാൻ അറിയുന്നില്ല, അനുനിമിഷവും അത് കൊതുകമായി നോക്കി പാർത്തിടുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ലോക സംഭവങ്ങൾ അത് നമ്മെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ്. നമ്മുടെ വാസസ്ഥലം, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതുകൊണ്ട് വിശുദ്ധിയോടും വേർപാടോടും കൂടി നമ്മുടെ ക്രിസ്തീയ ജീവിതം ഭയത്തോടെ വരും ദിവസങ്ങളിൽ കഴിക്കാം. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടി ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ അടിയങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ അവിടുന്ന് ഇടയാക്കിയ വൻകൃപയ്ക്കായിട്ട് നന്ദി കരേറ്റുന്നു. ഈ മീറ്റിങ്ങിന്റെ ആരംഭം മുതൽ അവസാനം വരെയും ദൈവത്തിന്റെ പരിപാലനം ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയായതിനായിട്ട് നന്ദി കരേറ്റുന്നു. ദൈവമായ കർത്താവേ, ഇന്നത്തെ ഈ മീറ്റിങ്ങിനെ അവിടുന്ന് ഏറ്റവും അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം. അവിടുത്തെ ഭൃത്യന് പി കെ സാംസാറ് തൻ്റെ ജീവിതത്തെക്കുറിച്ച്, തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, തൻ്റെ കുടുംബത്തെക്കുറിച്ച്, തൻ്റെ തലമുറകളെക്കുറിച്ചൊക്കെയും കേൾക്കുവാൻ ഇന്ന് രാത്രികാലം അവിടുന്ന് ഇടയാക്കിയ വൻകൃപയ്ക്കായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം. കർത്താവെ, തന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരുന്ന സമയത്ത് തൻ്റെ ഓട്ടം വിശ്വസ്തയോടുകൂടി ആയിരിക്കാനും, അനേക സ്ഥലങ്ങളിൽ കർത്താവെ സ്ഥലം സഭ രൂപീകരിക്കുവാനും, അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാനും അവിടുന്ന് തന്നെ എടുത്തുപയോഗിച്ച കൃപയ്ക്കായിട്ട് നന്ദി കരേറ്റുന്നു. ദൈവമായ കർത്താവെ, തന്നെ എഴുതിയിരിക്കുന്ന ഗാനങ്ങളെക്കുറിച്ച്, കർത്താവെ അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് കേൾക്കുവാനും, കർത്താവെ ആ ഗാനങ്ങളെ ഞങ്ങൾക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് ഇടയാക്കിയ വൻകൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, തൻ്റെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദി കരയേറ്റുന്നു. വിശേഷാല് പ്രിയ കുഞ്ഞുഞ്ഞമാമയെ ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ദാസനോട് ചേർന്ന് അനേക നാളുകൾ അങ്ങയുടെ മഹത്വമാർന്ന ശുശ്രൂഷയ്ക്ക് ചുമൽ കൊടുക്കുവാനും, ഇപ്പോൾ താനേകയായ കർത്താവെ തന്നാലാകുന്ന രീതിയിൽ അങ്ങയുടെ മഹത്വമാർന്ന ശുശ്രൂഷയ്ക്ക് ഇപ്പോഴും ചുമൽ കൊടുക്കുവാനും തൻ്റെ ദാസിയെ അവിടുന്ന് ഇടയാക്കുന്ന വൻകൃപയ്ക്കായിട്ട് സ്തോത്രം. ഏറ്റവും ആവശ്യമായിട്ടുള്ള ദൈവകൃപയാൽ അവിടുന്ന് നിറച്ചു കൊള്ളണമേ. അവിടുത്തെ കൃപയും സാന്നിധ്യവും തൻ്റെ ദാസിയുടെ മേലുണ്ടാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദാനമായിട്ട് കൊടുത്ത 4 കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, അവരുടെ തലമുറകൾക്കായിട്ട് സ്തോത്രം. പ്രിയ സാംസച്ചാനെയും കുടുംബമായിട്ട് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ടീമിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അവിടുന്ന് ആദരിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ബെൻസച്ചാനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവർ മണ്ഡല സഭയോടുള്ള ബന്ധത്തിൽ കർത്താവെ അങ്ങയെ ആരാധിച്ചും അവരാലാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലും വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നു. അവരെയും അവരുടെ കുടുംബത്തെയും അവിടുന്ന് അനുഗ്രഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമേരിക്കയിലായിരിക്കുന്ന ഷേറിനെയും കുടുംബത്തെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് അവർക്ക് നല്ലവനും വല്ലഭനുമായി കഴിഞ്ഞ നാളുകളിൽ കൂടെ ഇരുന്ന് അവരെ നടത്തിയ വൻകൃപയ്ക്കായിട്ട് സ്തോത്രം. വരും ദിവസങ്ങളിൽ അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രിയ സ്റ്റീഫനെയും കുടുംബത്തെയും കർത്താവെ ഓസ്ട്രേലിയയിലാക്കി വെച്ചിരിക്കുന്നു. അവിടുത്തെ ദൈവസഭയ്ക്ക് കർത്താവെ അവരൊരു മുതൽക്കൂട്ടായിരിക്കാൻ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു.
ഈ കുഞ്ഞുങ്ങളൊക്കെയും കർത്താവെ അങ്ങയുടെ നാമത്വത്തിന് വേണ്ടി ജീവിപ്പാനും കർത്താവെ അവരുടെ തലമുറകളൊക്കെയും ക്രിസ്തുവിനെ പിൻപറ്റുന്നവരാകുവാനും അവിടുന്ന് ഇടയാക്കിയവൻ കൃപയ്ക്കായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം. കുടുംബമായിട്ട് ഏവരെയും ബന്ധുമിത്രാദികളെയും ചർച്ചക്കാരെയും ഒക്കെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബമായി കർത്താവെ ബന്ധപ്പെട്ട അനേകം കർത്തദാസന്മാർ ഇപ്പോഴും സുവിശേഷ വഴിയിലായിരിക്കുന്നു. അവരെല്ലാം അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവെ ഈ മീറ്റിംഗ് എത്രത്തോളം അവിടുന്ന് നിയന്ത്രിച്ചതിനായിട്ട് നന്ദി കരേറ്റുന്നു. വിശേഷാല പ്രിയ സഹോദരൻ ജെയ്സൺ ജേക്കബിനെ അതിനായിട്ട് അവിടുന്ന് ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. ജോലിയോടുള്ള ബന്ധത്തിനും തനിക്ക് കൊടുത്ത ഈ വലിയ കാഴ്ചപ്പാടിനെ അവിടുന്ന് ആദരിക്കണമേ, തന്നെയും തന്റെ കുടുംബത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രിയ സഹോദരൻ ബിനോയ് ചാക്കോയ്ക്ക് ഞങ്ങളുടെ മധ്യത്തിലായിരിക്കാണ്ടിയായതിനായിട്ട് സ്തോത്രം. കർത്താവ് കൊടുത്ത കർത്താവെ ആ താലന്ത് ഞങ്ങളുടെ നാമത്വത്തിന് വേണ്ടി അനേക രാജ്യങ്ങളിൽ പോയി പ്രസ്താവിപ്പാൻ തന്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തുന്ന വൻ കൃപയ്ക്കായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ പ്രിയ ജെഫിനെയും ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ അവിടുന്ന് അനുഗ്രഹിച്ചു കൊള്ളണമേ. പ്രിയ നിമിസാമിനായിട്ട് സ്തോത്രം, അവനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അതുപോലെ കർത്താവെ സ്റ്റീഫനും കർത്താവെ പാട്ടുകൾ പാടുവാനായിട്ട് അവിടുന്ന് ബലപ്പെടുത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. വിശേഷാൽ പ്രിയ പാസ്റ്റർ വിറ്റിയെയും ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തന്റെ ദാസന്റെ ശുശ്രൂഷകളെയും അവിടുന്ന് ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിൽ ചുമൽ കൊടുത്ത ഏവരെയും ഒന്നുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കർത്താവെ ഇത് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുമേലും അവിടുത്തെ കൃപയും അനുഗ്രഹവും ആശീർവാദം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന നല്ല സമയത്തിനായിട്ട് നന്ദി കരയേറ്റുന്നു. അടിയങ്ങളിപ്പോൾ പിരിഞ്ഞു പോകുന്നു. അവിടുത്തെ പ്രിയാബന്ധത്താൽ അവിടുന്ന് നിറച്ചു കൊള്ളണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി കരയേറ്റുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകെത്തുന്ന ഞങ്ങളുടെ അരിമരക്ഷനാവുന്ന ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഇന്ന് ഈ മീറ്റിംഗ് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇതിനെ ചുമൽ കൊടുത്ത എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഭൂലോകമല്ല സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എപ്പോഴും അവിടുത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. താങ്ക് യു. ഈ മീറ്റിംഗ് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദിയെ അറിയിക്കുന്നു. കർത്താവ് ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.